ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. PSC Get Job എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ, നമ്മുടെ LDC പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, അതോടൊപ്പം എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം, അതോടൊപ്പം പിന്നെയുള്ളത് നമ്മുടെ സമയനഷ്ടം കുറച്ച് കൂടുതൽ ചോദ്യങ്ങളിലേക്ക് എത്തി കൂടുതൽ ശരിയുത്തരം കാണാൻ എങ്ങനെ സാധിക്കും. പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെൻ്റൊക്കെ ഒരു 3-4 സ്റ്റേറ്റ്മെൻറ്റ് ചെന്നിട്ടായിരിക്കും അതൊരു ചോദ്യമാകുന്നത്. അതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അറിയാമെങ്കിലും ശരിയുത്തരത്തിൽ എങ്ങനെ എത്താം എന്നതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഒരു എക്സാമ്പിൾ കാണിക്കാം. ഞാനത് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ടുള്ള LDC പരീക്ഷയുടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാനത് എങ്ങനെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുടെ ഉത്തരം കാണാമെന്ന് പറയാം. പിന്നെ സമയനഷ്ടം എങ്ങനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ചും പറയാം. അപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാം. തിരുവനന്തപുരം LDCയുടെ ഒരു ചോദ്യം എടുത്തിട്ട് ഞാനിതിന് എക്സാമ്പിൾ തരാം. നോക്കൂ, എക്സാമ്പിൾ ഇവിടെ വരാം. നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു ചോദ്യത്തിലേക്ക് തന്നെ വരാം. നോക്കൂ, ഈ ചോദ്യം പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിഞ്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? കാരണം 5:30 5.5 മണിക്കൂർ മുന്നിലാണ് എന്നുള്ളത് കുഞ്ഞ് ക്ലാസ് തൊട്ടേ പഠിക്കുന്നതല്ലേ. അപ്പോൾ ഇത് ശരിയാണ്. ഇവിടെ ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഇത് ശ്രദ്ധിച്ചോണം. നമ്മുടെ ചോദ്യങ്ങളിൽ ശരിയായതേത്, തെറ്റായതേത്, ഉൾപ്പെടുന്നതേത്, ഉൾപ്പെടാത്തതേത് എന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിൽ കൂടുതലായി വരുന്നത്. അതുകൊണ്ട് ഈ ഭാഗം ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയെന്നാണ് ചോദ്യം. ഇത് ശരിയാണെന്ന് 100% ഉറപ്പാണ്. 110% നമുക്ക് എന്താണ് ഉറപ്പായ കാര്യമാണ് ഈ 5.5 മണിക്കൂറിൻ്റെ കാര്യം. കുഞ്ഞ് ക്ലാസ്സിലെ നമ്മൾ പഠിക്കുന്നതാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമതാപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. കേട്ടിട്ടേ ഇല്ല ഇങ്ങനെ, അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് വിടുകയാണ്. അത്ര അറിയില്ല അതിനെക്കുറിച്ച്. അടുത്തത്, ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണോ? ഒരു ഡൗട്ടാണല്ലേ. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റും അങ്ങ് വിടുകയാണ്. ചിലപ്പോൾ അറിയാമെങ്കിൽ അവിടെ അത് നമുക്ക് വെട്ടി തന്നെ പോകാം. തെറ്റാണെന്ന് വെട്ടി തന്നെ പോകാം. ഡൗട്ടാണെന്നുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അത്ര അറിയില്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പക്കയാണ്. ഒന്നാമത്തത് 100% അറിയാവുന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് അത് ടിക്ക് മാർക്കിട്ട് ബാക്കി സ്റ്റേറ്റ്മെൻറ്റുകൾ അങ്ങ് വിട്ടേക്കാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണ്. 4-മത്തേത്, സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഒരു സംശയമാണ്. ആണോ? അങ്ങനെ ഒരു സംശയമുണ്ടെന്ന് വിചാരിക്കൂ. സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു തവണയെങ്കിലും നമ്മുടെ നദികളെക്കുറിച്ച് വായിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ് എന്നുള്ളത്. പക്ഷേ അതും നമുക്ക് ഓർമ്മയില്ല. ആണോ? ഒരു ഡൗട്ടാണ്. നമ്മുടെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥയല്ലേ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തത് നമുക്ക് ഉറപ്പാണ്. ഇത് കുഞ്ഞ് ക്ലാസ്സിലോട്ടെ പഠിക്കുന്നതാണ്. ഉറപ്പാണ്. അതുകൊണ്ട് ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത് മാത്രം ടിക്കിടുകയാണ്. ഒന്നാമത്തേത് ഉള്ളത് മാത്രം ടിക്കിടുകയാണ്. ബാക്കി ഒന്നില്ലാത്ത എല്ലാ സ്റ്റേറ്റ്മെൻറ്റും അങ്ങ് വെട്ടിക്കളയാണ്. വേണ്ട. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇനി നമ്മൾ എയും സിയും മാത്രം നോക്കിയാൽ മതി. ഓപ്ഷൻസാണ് ഇവിടെ. ഒന്നാമത്തെ ഓപ്ഷൻ, അതായത് എ ഓപ്ഷൻ ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. ഈ ബിയിലും ഡിയിലും കോമൺ ആയിട്ട് ആരുണ്ട്? സ്റ്റേറ്റ്മെൻറ്റ് 2 ഉണ്ട്. അതേ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെയും ഉണ്ട്, എയിലുമുണ്ട്. നമുക്കതൊന്ന് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞൂടെ? ഇവിടെ 2 ഉണ്ട്, അപ്പോൾ ഇവിടെയും 2 ഉണ്ട്. 2 എന്ത് തന്നെയാണ്? തെറ്റാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെയുള്ളത് ആരാണ്? സി ആണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിഞ്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. കിട്ടിയോ? ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതാണ് റൈറ്റ് ആൻസർ. അടുത്ത് അതിനോടൊപ്പം കിട്ടുന്ന ശരി ഉത്തരം ഏതാണ്? സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരം കണ്ടെത്തേണ്ടത്. ഇതുപോലെ എലിമിനേറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം ശരി ഉത്തരത്തിലേക്ക് എത്തുക. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് അറിയാമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. അത് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ അറിയാമെങ്കിൽ അധികം ചിന്തിക്കേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ശരി ഉത്തരത്തിൽ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് ഇതേപോലെ വെട്ടിക്കളഞ്ഞ് നമുക്ക് ശരി ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും, കാണാൻ സാധിക്കും. ഒന്നറിയാമെങ്കിലും ചെയ്യാൻ സാധിക്കും. ഒരു വിധത്തിലും നമുക്ക് പറ്റുന്നില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റേ അറിയുള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെ യോജിപ്പിച്ച് നോക്കിയിട്ടും എങ്ങനെ നോക്കിയിട്ടും അതിലേക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതിനെ അങ്ങ് സ്കിപ്പ് ചെയ്യുക. അല്ലാതെ അതിൻ്റെ പിന്നിൽ ഒത്തിരി സമയം പിന്നെ നഷ്ടപ്പെടുത്തരുത്. ഇതുപോലെ പറ്റുമെങ്കിൽ പരമാവധി എന്ത് ചെയ്യുക?
എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് ശരി ഉത്തരത്തിലേക്ക് എത്തുക ഫ്രണ്ട്സ്. ഇങ്ങനെയാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ഇനി വേണ്ടത് സമയം എങ്ങനെ ലാഭിക്കാം എന്നതാണ്. 1.5 മണിക്കൂർ സമയമുണ്ട്. പക്ഷേ ഇതേപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ആശയക്കുഴപ്പം നമുക്ക് വരാം. അങ്ങനെയുള്ള സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും നമുക്ക് കൺഫ്യൂഷനൊക്കെ വരും. എക്സാം ഹാളല്ലേ, അപ്പോൾ ടെൻഷനൊക്കെ ഉണ്ടാകും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സമയം വേണ്ടി വരും. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഇതുപോലുള്ള ഒറ്റവാക്ക് ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ചെയ്തു പോകുക. ഇതുപോലുള്ള വൺ വേർഡായിട്ട് ഒറ്റ വാക്കിൽ വരുന്നതിന് ആദ്യം ചെയ്തു പോകുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അതും ആദ്യം ചെയ്യുക. ആ 30 മാർക്ക് ആദ്യം ചെയ്ത് ഒതുക്കി വെക്കുക. പിന്നെ ഇതുപോലുള്ള കുഞ്ഞു ചോദ്യങ്ങൾ, ഒറ്റ വാക്കിലുള്ള ചോദ്യങ്ങളും ചെയ്ത് പരമാവധി തീർക്കുക. പിന്നെ വേണ്ടത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ്. പിന്നീടാണ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിലേക്ക് വരേണ്ടത്. അപ്പോൾ തന്നെ ഏകദേശം ഒരു 60% അല്ലെങ്കിൽ 65% ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർന്നിട്ടുണ്ടാകും. ഒരു 65-70-നുള്ളിൽ തീർന്നിട്ടുണ്ടാകും. പിന്നെ വരുന്നത് ബാക്കി ഫുള്ള് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ബാക്കി വരുന്ന ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഇതുപോലെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് ശരി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നത് പരമാവധി ശരി ഉത്തരത്തിലേക്ക് എത്തുക. അവിടെ നമ്മുടെ മാർക്ക് കൂടുകയും റാങ്ക് നിർണ്ണയിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പരമാവധി ശരി ഉത്തരത്തിലേക്ക് എത്തുക. അവിടെ നമുക്ക് പിന്നെ കിട്ടുന്ന സമയം ഫുള്ള് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ നമ്മുടെ ഇപ്പോൾ ഈ കണ്ടില്ലേ സത്ലജ് നദിയുടെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള സിമ്പിൾ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുത്ത് തരും. അന്നേരം ഒരു പക്ഷേ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലാതെ അറിയായിക ആയിരിക്കില്ല, അതാണോ ഇതാണോ എന്നുള്ളൊരു, അങ്ങനെയാണോ എന്നുള്ളൊരു ഇതുണ്ടാകും. അപ്പോൾ ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി ചെയ്യാൻ ശ്രമിക്കുക ഫ്രണ്ട്സ്. ശരി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.